Dear students, today I want to discuss the previous year question paper of Kerala Engineering Entrance 2018. അതിൻ്റെ അവസാന ഭാഗത്ത് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 60 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ദ ലാസ്റ്റ് പാർട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ വി കൻ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 61. The three variable Boolean expression that is given as a PQ plus PQ plus P bar Q plus P bar R can be write as. അതാണ് നമുക്ക് എക്സ്പ്രഷൻ. സോ നമുക്കത് ഈസി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടും. സോ അതിനു വേണ്ടി ബുദ്ധിപൂർവം ചില കോമ്പിനേഷൻസിന് നമുക്ക് ഉപയോഗിക്കാം. സോ ഇഫ് യു ജസ്റ്റ് ടേക്ക് ദ ക്യൂ കോം, സോ വി ഗെറ്റ് പി ആർ പ്ലസ്, ദെൻ വി ക്യാൻ ഗ്രൂപ്പ് ദം ആൻഡ് ബൈ ടേക്കിംഗ് ദാറ്റ് നമ്മുടെ പി ആറിനെ കോമൺ ആയിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും ദ വാല്യൂ ആസ് ക്യൂ പ്ലസ് ക്യൂ ബാർ. എന്താണ് പി പ്ലസ് പി ബാർ വാല്യൂ എന്ന് പറയുന്നത്? സപ്പോസ് യു പുട്ട് ദ വാല്യൂ ഫോർ പി ഈക്വൽ ടു 1, ദെൻ പി ബാർ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിക്കംസ് 0. നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. പക്ഷേ ജസ്റ്റ് ഗിവ് ദ വാല്യൂ ഫോർ പി ആസ് 0, then p bar become 1 and the value become 1. So whatever may be the variables that is given to p, we get the answer as 1. So we can easily say it becomes q into 1 plus r into, then similarly we can say that q plus q bar become 1. So the effectively it becomes q plus pr. നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരട്ടെ. പി പ്ലസ് പി ബാർ ഈക്വൽ ടു 1. ആ സെയിം പാരാമീറ്ററിൻ്റെ ബാർ 1 വരുമ്പോഴത്തേക്ക് ടേക്ക് ലൈക്ക് ദാറ്റ് എ സിമ്പിൾ കൺസെപ്റ്റ്. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. A prism is made up of material of refractive index √2. So the refractive given as √2, the angle of the prism as A. If the angle of minimum deviation is equal to the angle of the prism, it is given as a delta minimum is equal to capital A, the angle of the prism. And the value of A is what? So നമ്മുടെ ഫോർമുല നമ്മൾ എടുത്താൽ we know mu is equal to sine of A plus delta minima by 2, that division by sine of A by 2. Yes, so under minimum deviation condition, that is very important. ഓർക്കുക, ആ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ വരുന്ന സമയത്ത് ഓർക്കുക, നമ്മുടെ ഐ ഡി കർവിൻ്റെ ഗ്രാഫ് ദ മിനിമം നമ്മളുടെ വാല്യൂ നമുക്ക് സംഭവിക്കുന്നത് ഈ കൺവെർജന്റ് ആംഗിളും ആകുന്നു, R1 ഈക്വൽ ടു R2 ആകുന്നു. സോ ദീസ് ആർ ദ റേ inside the prism. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. പാരലൽ ടു ദ ബേസ്, വളരെ പ്രധാനപ്പെട്ട അനദർ കൺസെപ്റ്റ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ that is equal to delta minimum become A. So A plus 2A by 2 becomes A by sin A by 2. നമുക്കറിയാം sin A എഴുതിയാൽ we can write as 2 sin A by 2 cos A by 2, the division by sin A by 2. So there sin A by 2, sin A by 2 cancel. So we get value as mu is equal to 2 cos A by 2. But it is given that mu value is √2. So √2 is equal to 2 cos A by 2. അപ്പോൾ നമ്മുടെ കോസിൻ്റെ വാല്യൂക്ക് നമ്മൾ as a cos A by 2 equal to as a √2 by 2. That is 1 √2. So 1
ബൈ റൂട്ട് 2 സംഭവിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കോസ് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 2 എഴുതുമ്പോൾ we get the value as 45 degree. That is the area value as 2 times 45. So you get the answer 90 degree. So നമുക്ക് ഈ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. സോ ഗുഡ് കൺസെപ്റ്റ്. അപ്പോൾ തന്നിരിക്കുന്ന കൺസെപ്റ്റ് ഡേറ്റാസ് അതേപടി കൊടുത്താൽ ഉത്തരമായി കഴിഞ്ഞു. പക്ഷേ പ്രിസം ഫോർമുല എന്താണെന്നുള്ളത് വ്യക്തതയോടെ അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ എ സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ് നമുക്ക് അസ്യൂം ചെയ്യേണ്ടത്. അതിൻ്റെ ലെങ്ത് എൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. The specific conductivity varies with distance as by the formula sigma 0 that much into as L by root x. Where x is the distance along the axis of the cylinder from one of its ends. The resistance of the system along the cylindrical axis is. So that is our question. So നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സിഗ്മയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം. ഒരു ഹോൾ എലിമെൻ്റ് ആണെങ്കിൽ റോ ഇൻറ്റു അവൻ്റെ ലെങ്ത് ഡിവിഷൻ ബൈ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ മതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നാലോ റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ കൺസെപ്റ്റ് നമുക്ക് കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാമ്പിളായിട്ടുള്ള ഒരു ചെറിയ സിലിണ്ടറിക്കൽ തിക്നെസ് കൺസിഡർ ചെയ്യാം. അവന് DX തിക്നെസ് ഉണ്ടെന്നിരുന്നോട്ടെ. അപ്പോൾ അവൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്മോളായിട്ട് നമുക്ക് എടുക്കാം, DR. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ആ തിക്നെസ്, ആ ബോഡിയുടെ റെസിസ്റ്റിവിറ്റി നമുക്കറിയാമെങ്കിൽ അവൻ്റെ തിക്നെസ് അറിയാമെന്നുള്ളത് കൊണ്ട് ലെങ്ത് ഡിവിഷൻ ബൈ ഏരിയ ക്രോസ് സെക്ഷൻ എ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സിലിണ്ടർ അല്ലേ? സോ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. അപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ലിമിറ്റ് നമുക്ക് ഇവിടെ 0 മുതൽ L ലെങ്ത് വരെ നമുക്ക് എടുത്താൽ പോരെ. സോ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to L ഓഫ് rho x. So 1 by a into rho x dx. So what is the value of rho x? നമുക്കറിയാം സിമ്പിളായിട്ട് rho x എന്ന് പറയുന്നത് 1 by sigma x എന്നല്ലേ. സിഗ്മ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു sigma 0 L ഡിവൈഡഡ് ബൈ റൂട്ട് x എന്നല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ അതേപടി നമുക്ക് ഇവിടെ കൊണ്ടുവരാം. സോ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് റൂട്ട് x ഡിവിഷൻ ബൈ sigma 0 L that much dx. സോ നമുക്ക് കോൺസ്റ്റൻസിനെ ഒന്ന് പുറത്തേക്ക് വെക്കാം. 1 by a sigma 0 L into integral 0 to L of root x dx. അപ്പോൾ നമുക്ക് റൂട്ട് x എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാം, അത് എക്സ് റൈസ്ഡ് ഹാഫ് അല്ലേ. യെസ്, അതിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ നമുക്ക് വേണ്ടേ. ഇൻ്റഗ്രൽ എക്സ് റൈസ്ഡ് ഹാഫ് ഡി എക്സ് എന്ന് പറയുന്നത് അത് എക്സ് റൈസ്ഡ് 3/2 by 3/2 അല്ലേ. ദാറ്റ് ഈസ് n+1 by n+1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരത്തിലേക്ക് എളുപ്പം എത്താൻ പറ്റും. a sigma 0 L into s x റൈസ്ഡ് 3/2 by 3/2 between the limit 0 to L. So that is equal to നമ്മുടെ ഈ വാല്യൂ ഒന്ന് മുകളിലോട്ട് എടുത്താൽ as 2/3 a sigma 0 L into upper limit L raised 3/2 minus 0. So നമുക്ക് സോൾവ് ചെയ്താൽ ഉത്തരമായി കഴിഞ്ഞു. So that is equal to, so these are substitutions. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. That is equal to 2/3a sigma 0 L into, so L മേലോട്ട് പോകുമ്പോൾ 1 ആയിട്ട് നമുക്ക് എടുക്കാം. So L raised to 3/2 minus 1. So it becomes half. So equal to 2L raised to half, that root L by 3a sigma 0. So that is answer. So we get the
ഫസ്റ്റ് ചോയ്സ് as the answer. So that is the answer. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളവിടെ പ്രത്യേകിച്ച് ചെയ്ത ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു എലിമെൻ്റ് എടുത്തു, അവനെ ലെങ്ത് ഡി എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഏരിയ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും ബൈ യൂസിങ് ദ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. തന്നിരിക്കുന്ന ഡേറ്റാസ് അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇറ്റ്സ് ഗുഡ് കൺസെപ്റ്റ് ബട്ട് an outstanding question. Number 64. If the emission rate of a black body at 0 degrees Celsius is a capital R, the rate of emission at 273 degrees Celsius is. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റി നമ്മളൊന്ന് ഓർത്തേ. ദ എമൗണ്ട്, നമ്മുടെ സ്റ്റിഫാൻസ് ലോ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ സ്റ്റിഫാൻസ് ലോ പറഞ്ഞത് എന്താണ്? ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ from a body at a particular temperature T, you can write it is equal to, for a black body it is sigma into T raised to 4, or we can say that R is proportional to T raised to 4 എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസിൽ നമുക്ക് എങ്ങനെ എഴുതാം? R2 by R1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എഴുതാം. ഇറ്റ് ഈസ് T2 ഡിവിഷൻ ബൈ T1 ദ ഹോൾ റൈസ് ടു 4. എന്താണാവോ T2 ഇവിടെ? രണ്ടാമത്തെ ടെമ്പറേച്ചർ 273 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പോൾ അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 273 കൂടെ ആഡ് ചെയ്യണ്ടേ? രണ്ടാമത്തത് 0 അല്ലേ? അപ്പോൾ അവൻ കെൽവിനിലേക്ക് മാറുമ്പോൾ 273. ഈ ഇക്വേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അത് കെൽവിനിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. സോ അത് 2 into 273 cancel. So 2 raised to 4, it becomes a 16. So that is a very important concept. So R to become 16 times of R. So we can say the answer as D. നമ്മുടെ സ്റ്റിഫാൻസ് ലോ ആ ഇക്വേഷൻ, ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്പർ 65. ഒരല്പം നിലവാരമുള്ള, പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കൺസെപ്റ്റ്. ഫോർ എനി മെറ്റീരിയൽ RTA represent the reflection coefficient, the transmission coefficient, absorption coefficient respectively. Then for a black body, which one of the following is true? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ കേസിലെടുത്താൽ for whatever may be the case, we can say that 80 plus R that should be equal to 1. എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ 1 ആയിരിക്കണം. അതാണ് ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. പക്ഷേ നമുക്കറിയാം, ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി 1 ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം ഒരു ബ്ലാക്ക് ബോഡിക്ക്. അപ്പം എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആ വാല്യൂ റീറ്റൈൻഡ് ആകണമെങ്കിൽ നമ്മുടെ ചോയ്സസ് നോക്കുമ്പോൾ വ്യക്തതയോടെ നമുക്ക് പറയാൻ പറ്റും ടിയുടെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും 0 ആയിരിക്കണം. So that is a concept. So A equal to 1 but R equal to T equal to 0. So we get an answer as D as the choice. So we can move to the next question as 66. Again another question from electronics. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് മിനിമം ഒരു 4 ക്വസ്റ്റ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. So in the given circuit, the P and Q form the inputs, the output Y. So നമുക്ക് Yയിലേക്ക് വരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് എടുക്കാം. സോ ഇത് P വരികയല്ലേ, അതൊരു നോട്ട് ഗേറ്റ് കഴിഞ്ഞിട്ടല്ലേ വരുന്നേ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? യെസ്, P ബാർ ആയിട്ട് മാറി. ഇവിടെ എന്ത് തന്നെയാണ്? Q. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തല്ലേ ഇവിടെ വരുന്നത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P ബാർ പ്ലസ് Q ആയിട്ട് എഴുതാം. അതേപോലെ ഈ എലിമെൻറ്റ്സ് നോക്കിയേ, ഇത് റഫ്ലി Q ഇവിടെ എത്തുന്നു, P എത്തുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് P പ്ലസ് Q. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരു ആൻഡ് ഗേറ്റിലേക്കല്ലേ വരുന്നേ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റും വാട്ട്? P ബാർ പ്ലസ് Q ഇൻറ്റു P പ്ലസ് Q. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. പക്ഷെ നമ്മുടെ ചോയ്സ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഒറ്റ വാല്യൂവിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കാം. സി, ഇവനെ കൊണ്ട് നമ്മൾ ബ്രാക്കറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുത്താൽ സോ ഇറ്റ് ബിക്കംസ് P ബാർ P പ്ലസ് P ബാർ Q പ്ലസ് ഇവനെ നമുക്ക് ഒരുമിപ്പിച്ചാൽ നമുക്ക് പറയാം QP പ്ലസ് Q ഇൻറ്റു Q. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്
നമ്മുടെ പി ബാർ ഇൻറ്റു പി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1 വാല്യൂ പിക്ക് കൊടുത്തേ. സോ 1 ഇൻറ്റു 1 ബൈ 1 ബാർ ഇറ്റ് ബിക്കം 0. 0 കൊടുത്തേ, ഉറപ്പായിട്ട് 0. സോ പി ബാർ പി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? 0 എന്ന് നമുക്ക് പറയാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത കൺസെപ്റ്റ് നോക്കിയേ, ക്യൂ ഇൻറ്റു ക്യൂ. യെസ്, ക്യൂ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്യൂ എന്ന് എഴുതിക്കാം. യെസ്, അപ്പോൾ ഇത് 0 പ്ലസ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ കാരണം ക്യൂവിന് 1 കൊടുത്താൽ യെസ് 1, ക്യൂവിന് 0 കൊടുത്താൽ 0. സോ ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് ക്യൂ തന്നെ എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് പി ബാർ ക്യൂ, പി ബാർ ക്യൂ. സോ ഈ രണ്ട് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ക്യൂ എടുക്കുകയാണെങ്കിൽ സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് പി പ്ലസ് പി ബാർ യെസ് പ്ലസ് ക്യൂ എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ക്യൂ ഡാഷ് ക്യൂ ക്യൂ ആയിട്ട് മാറി. പി പ്ലസ് പി ബാർ നമ്മൾ കഴിഞ്ഞ കൺസെപ്റ്റിലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ വാല്യൂ 1 ആണെന്ന് അല്ലേ. യെസ്, അതുകൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ പ്ലസ് ഒന്നായിട്ട് മാറി അല്ലേ, എന്ന് വെച്ചാൽ ക്യൂ ആയിട്ടല്ലേ ആൻസർ. അപ്പം അങ്ങനെ ഒരു ചോയ്സ് നമുക്കില്ലതാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാം, സോ ദാറ്റ് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യൂ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യും? ക്യൂ ബാറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് മോർ കംഫോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് ഏതെടുക്കാം? ഡി എസ് ദി ചോയ്സ്. സോ നമ്മൾ വന്ന സ്റ്റെപ്പുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അവസാനം ഒരു ടെസ്റ്റ് വന്നത് അങ്ങനെയാണ്, നമുക്ക് വൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യൂ എന്ന് നമുക്ക് കിട്ടി. സോ വി ടേക്ക് ദ ആൻസർ ആസ് എ ക്യൂ ബാർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ 66th question. Number 67. A radio transmitter sends out 60 watt of radiation. Assuming that the radiation is uniform on a sphere with the transmitter at its center. Good. സെൻട്രലാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ ഇരിക്കുക. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് അറ്റ് എ ഡിസ്റ്റൻസ് 12 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ എങ്കിൽ അവൻ്റെ 12 കിലോമീറ്റർ അകലെയുള്ള അവൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? അപ്പോൾ നമ്മൾ ആ സ്പെറിക്കൽ കൺസെപ്റ്റ് ഓർക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് വേവ്സ് പോകുന്നത് ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ടാണ് അല്ലേ. അപ്പോൾ അവനുണ്ടാക്കുന്ന ഒരു പക്ക സ്പെറിക്കൽ കൺസെപ്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഓർക്കണേ, ദ എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ അല്ലേ. സോ നമ്മുടെ എനർജി ബൈ ടൈം എന്ന് പറയുന്നത് പവർ അല്ലേ. സോ പവർ ബൈ ഏരിയ. സോ ദർ ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പവർ കൃത്യമായിട്ട് അറിയാം, അതൊരു സ്പിയർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ആൻസർ നമുക്ക് 4πr² ആയിട്ട് നമുക്ക് പറയാം. ഇനി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, പവർ എത്ര ആയിട്ട് തന്നിട്ടുണ്ട്? 60. ഡിവിഷൻ ബൈ 4π ഇൻറ്റു ദ റേഡിയസ് എത്ര ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്? 12 കിലോമീറ്റർ. സോ 12 × 10⁻³ അതിൻ്റെ സ്ക്വയർ. സോ സ്ക്വയർ എടുക്കുക. So you can just divide and then you get the value as 3.31 into 10⁻⁻8. So that much into 3.33 into 10⁻⁻8 watt per meter square. So that we can call the answer as E, but there is another equal and choices is also there. So printing mistake. So E is the answer. So we can move to the question number 68. And here it is given a system of gas of a diatomic molecule in which the speed of sound at 0 degrees Celsius is 1260 meter per second. Then the molecular weight of the gas is, the value of R is given, and that R is equal to 8.314. 8.314. സോ വെലോസിറ്റി നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ഓർമ്മയില്ല. സോ വി ഈസ് ഈക്വൽ ടു ഗാമ ആർ ടി ഡിവിഷൻ ബൈ എം. നമുക്കിതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത്, സോ വി സ്ക്വയർ ഈക്വൽ ടു ഗാമ ആർ ടി ഡിവിഷൻ ബൈ എം. നമുക്ക് വേണ്ടത് മോളിക്കുലർ വെയിറ്റ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് എസ് ഗാമ ആർ ടി ഡിവിഷൻ ബൈ വി സ്ക്വയർ. എന്താണാവോ ഗാമയായിട്ട് നമുക്ക് വരുന്നത്? സോ റേഷ്യോ ഓഫ് ദ സ്പെസിഫിക് ഹീറ്റ്സ്. ഇവിടെ ഡയറ്റമിക് മോളിക്യൂളായിട്ട് പറയുന്നത് അത് എല്ലാ കേസും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോർ എ ഡയറ്റമിക് കൺസെപ്റ്റിൽ നമുക്ക് ഗാമ എന്ന് പറയുന്നത് 1.4. നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു ക്വിക്ക് റിവിഷൻ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ ചാനലിൽ. അതിൽ അത്യാവശ്യ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൃത്യതയോടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. സോ റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ
നമ്മുടെ അവസാനത്തെ റൗണ്ട് റിവിഷന് നിങ്ങളെ സഹായിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇറ്റ് ഈസ് ഗിവൺ ദറ്റ് ഗാമ വാല്യൂ ഈസ് നത്തിങ് ബട്ട് 1.4 R value as a universal gas constant becomes 8.314 into the temperature at 0 degrees Celsius. So converted into Kelvin by the 1260 that much square. So നമുക്ക് കിട്ടും that is equal to 2 into 10 raised to minus 3. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം 2 gram ആണ് അവിടെ molecular weight എന്നുള്ള കൺസെപ്റ്റിൽ. So we get the answer as A as the choice. So we can move to the next question, number 69. A simple question is waiting. A satellite is orbiting the Earth in a circular orbit of radius capital R. Which one of the following statement is true? അപ്പോൾ നമ്മൾ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കൺസിഡറേഷൻ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് സിമ്പിളായിട്ട് എഴുതാം Gmm/2r. സോ ഉറപ്പിച്ച് പറയാം ദ കൈനറ്റിക് എനർജി is varies as yes inversely proportional to the radius. So we can quote the answer as D. Number 70. The magnitude of a magnetic field at the center of the circular coil of radius R having n turns and carrying current I can be doubled by changing. So the magnetic field നമുക്ക് ഡബിൾ ആകണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു സർക്കുലർ കോയിൽ എടുക്കുകയാണ്, അതിലൂടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ അതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിലേഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? The simple formula is mu0/4 into that current flowing by radius into the total angle subtended at the center. But here it is with n turns. But our aim is B dash should become double. സോ നമ്മുടെ ഓരോ ചോയ്സ് വീതം നമ്മൾ നോക്കുക. ഇവിടെ നമ്പർ ഓഫ് ടേൺസിന് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്, ആറിന് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്, കറണ്ടിന്. പക്ഷെ നമുക്ക് ടോട്ടലായിട്ട് 2 times B നമുക്ക് സംഭവിക്കണം, അല്ലേ? യെസ്, നോക്കൂ. യെസ്, ഏതെങ്കിലും ഒരു ഫാക്ടർ ഡബിൾ ആവുകയാണ് ന്യൂമറേറ്ററിലുള്ളത്, മറ്റ് ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു ഗെറ്റ് ദ ആൻസർ. If n and r are constant and I become double, you get the concept. So we can easily say E is the answer. So ഈ ഒരു റിലേഷൻ മാത്രം നിങ്ങളുടെ മനസ്സിലാക്കട്ടെ. വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ബയോട്ട് സാവേർട്സ് ലായുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. 71. An alternating voltage V equal to V0 sin omega 2 is applied across a circuit, and as a result the current becomes I0 sin omega t plus pi by 2. The power consumed, it is given the value V equal to V0 sin omega t, and that current it is given as I is equal to that I0 sin omega t plus pi by 2. അപ്പോൾ ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ആവറേജ് പവർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്താണ്? വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഓഫ് അവ തമ്മിലുള്ള ആംഗിൾ. അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്, അല്ലേ? യെസ്, കോസ് പൈ ബൈ 2 0 ആയി മാറത്തില്ലേ? അപ്പോൾ നമുക്ക് പവർ എന്ന് പറയുന്നത് എത്രയായിട്ട് വാല്യൂ പറയാം? ഇ എസ് ദി ആൻസർ. സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. നമ്പർ 72. An electromagnetic wave of intensity I is incident on a non-reflecting surface. If C is the speed of light in free space, then the ratio of I by C. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് റേഡിയേഷൻ പ്രഷർ. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ്ലി ആയിട്ടുള്ള റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണെങ്കിൽ സോ വി ഗെറ്റ് റേഡിയേഷൻ പ്രഷർ ഈസ് 2 into I by Z and is equal to I by C for അബ്സോർബിങ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ. സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ I by C ആണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ കോട്ട് ദ ആൻസർ ആസ് എ C. സോ ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ എല്ലാ സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഓരോ ചാപ്റ്ററും ഒന്ന് മറിച്ച് നോക്കുവാനുള്ള ക്വിക്ക് റിവിഷൻ വീഡിയോസ് ഈ ചാനലിൽ തന്നെ നിങ്ങൾക്കുണ്ട്. അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ വരെയുള്ള എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 20 ബിഗ് ചാപ്റ്റേഴ്സ് മാത്രം 2 വീഡിയോസ് ആയിട്ടൊരു
40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഈവൻ സൗണ്ട് വോയിസ് പോലും കേട്ട് നിങ്ങൾക്കെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വിത്ത് ആപ്റ്റായിട്ടുള്ള പ്രോബ്ലംസിൽ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്കതിലൂടെ പോകാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ. സോ try to do maximum MCQs, then you get a maximum rank in Kerala entrance examinations. So best wishes, take care, God bless you.